Hi students, so welcome to the classes of anatomy and physiology. Today we are going to discuss the fifth chapter of anatomy and physiology and the name of the chapter is the skeleton of the upper limb. അപ്പം നമ്മൾ തേർഡ് ചാപ്റ്റർ മുതൽ സ്കെൽറ്റൽ സിസ്റ്റത്തിന്റെ ഓരോ ഭാഗത്തിനെ കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പൊ ആദ്യം നമ്മൾ സ്കള്ളും തൊറാസിക് കേജും ഡിസ്കസ് ചെയ്തു. കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ വെർട്ടിബ്രൽ കോളും ഡിസ്കസ് ചെയ്തു, പെൽവിക് ഗേർഡിലും ഡിസ്കസ് ചെയ്തു. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ അപ്പർ ലിംബ്, അതായത് രണ്ട് കൈകളാണ് അപ്പർ ലിംബ്. സോ രണ്ട് ആംസ്, രണ്ട് ഹാൻഡ്സിലുള്ള ബോൺസിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. സോ ഞാൻ എപ്പോഴും പറയാറുണ്ട്, ബോൺസ് പഠിക്കുമ്പോൾ it is very important to know the number and structure of each bone. So first let us discuss the number. So ഹാൻഡ്സിലുള്ള ബോൺസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഒന്ന് ക്ലാവിക്കിൾ, ഒന്ന് സ്കാപ്പുല. ഇത് രണ്ടും ഹാൻഡ്സിൽ ഡയറക്ട്ലി ഇൻവോൾവ് ആയിട്ടുള്ള ബോൺസ് അല്ല, മറിച്ച് ഷോൾഡർ ജോയിന്റിൽ ഇൻവോൾവ് ആയിട്ടുള്ള ബോൺസ് ആണ്. നമുക്കറിയാം ട്രങ്സിലോട്ട് ഹാൻഡ്സിനെ അറ്റാച്ച് ചെയ്യുന്നത് ഷോൾഡർ ജോയിന്റ് ആണ്, ഇതിനെ പെക്ടോറൽ ഗേർഡിൽ എന്ന് പറയും. സോ ഈ ഷോൾഡർ ജോയിന്റിൽ ഇൻവോൾവ് ആയിട്ടുള്ള രണ്ട് ബോൺസ് ആണ് ക്ലാവിക്കിളും സ്കാപ്പുലയും. ഇത് കൂടാതെ ഹാൻഡ്സിൽ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ബോൺസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഒന്ന് ഹ്യൂമറസ്, ഒരു ലോങ് ബോൺ ആണ് ഹ്യൂമറസ്. പിന്നെ അൾന ആൻഡ് റേഡിയസ് എന്ന് പറയുന്ന രണ്ട് ലോങ് ബോൺസ് ഉണ്ട് ആംസിൽ, ഫോർ ആംസിൽ റേഡിയസ് ആൻഡ് അൾന, ആമില് ഹ്യൂമറസ്. പിന്നെ ഉള്ളത് നമ്മുടെ റിസ്റ്റ് ബോൺസ് ആയിട്ടുള്ള കാർപ്പൽസ് which is 8 in number. Then there are metacarpals which is 5 in number and phalanges which are 14 in number. So ഇത്രയുമാണ് ഹാൻഡ്സിൽ ഇൻവോൾവ് ആയിട്ടുള്ള ബോൺസ്. ഇനി നമുക്ക് ക്ലാവിക്കിളിനെ കുറിച്ചും സ്കാപ്പുലയെ കുറിച്ചും ഡിസ്കസ് ചെയ്യാം. സോ ഫസ്റ്റ് ക്ലാവിക്കിൾ, നമ്മുടെ ഷോൾഡർ ജോയിന്റിന്റെ ഒരു പാർട്ടാണ് ക്ലാവിക്കിൾ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ ലോങ് ബോൺ, ഇറ്റ് ഈസ് എ ഹൊറിസോണ്ടൽ ബോൺ, ഹൊറിസോണ്ടലി പ്ലേസ് ചെയ്തിട്ടുള്ള ഏക ബോൺ ആണ് ക്ലാവിക്കിൾ എന്ന് പറയുന്നത്. ഫ്ലാറ്റ് ആണ്. ഒരു ക്ലാവിക്കിൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും രണ്ട് എക്സ്ട്രിമിറ്റീസും ഒരു ഷാഫ്റ്റും ആണുള്ളത്. സോ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, മീഡിയൽ പ്ലെയിനോട് അഡ്ജസ്റ്റന്റ് ആയിട്ട് വരുന്ന ഭാഗമാണ് മീഡിയൽ ഭാഗം. സോ ക്ലാവിക്കിളിന്റെ മീഡിയൽ എൻഡിനെ സ്റ്റേണൽ എൻഡ് എന്നാണ് വിളിക്കുന്നത്, കാരണം ചെസ്റ്റ് ബോൺ ആയിട്ടുള്ള സ്റ്റേണോമായിട്ട് അറ്റാച്ച് ചെയ്യുന്നത് ആ എൻഡ് ആണ്. ഇതിന്റെ ലാറ്ററൽ പാർട്ടിന് നമ്മൾ എക്രോമിയൽ എൻഡ് എന്ന് പറയുന്നു, കാരണം സ്കാപ്പുലയിലുള്ള ഒരു പ്രൊജക്ഷൻ ആണ് എക്രോമിയൽ പ്രോസസ്. ഈ എക്രോമിയൽ പ്രോസസ് ആയിട്ട് ആർട്ടിക്കുലേറ്റ് ചെയ്യുന്ന ക്ലാവിക്കിളിന്റെ എൻഡ് ആണ് എക്രോമിയൽ എൻഡ്. സോ ഇത്രയാണ് ക്ലാവിക്കിളിനെ കുറിച്ച് പറയാനുള്ളത്. ക്ലാവിക്കിളിന്റെ ഫംഗ്ഷൻസ് എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ടെൻഡൻസിനും മസിൽസിനും ഒക്കെ അറ്റാച്ച്മെന്റ് ഒറിജിനൊക്കെ കൊടുക്കുന്നത് ക്ലാവിക്കിളാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് സ്റ്റേണോ ക്ലീഡോ മാസ്റ്റോയിഡ് മസിലൊക്കെ ക്ലാവിക്കിളിലോട്ടാണ് അറ്റാച്ച് ചെയ്യുന്നത് എന്ന്. സോ ഇതാണ് ക്ലാവിക്കിളിന്റെ ഫംഗ്ഷൻ. അടുത്ത ഇമ്പോർട്ടന്റ് ബോൺ ആണ് സ്കാപ്പുല. ഇറ്റ് ഈസ് എ ട്രയാങ്കുലർ ബോൺ വിച്ച് ഇസ് സീൻ ഹിയർ. ഷോൾഡറിന്റെ പിന്നിൽ ആ ഭാഗത്തെ കവർ ചെയ്തുകൊണ്ട് കാണുന്ന ഒരു ട്രയാങ്കുലർ ഫ്ലാറ്റ് ബോൺ ആണ് സ്കാപ്പുല എന്ന് പറയുന്നത്. സ്കാപ്പുലന്റെ അനാട്ടമി എടുത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും, 3 ബോർഡർ, 3 എൻഡ്, 2 സർഫസ് ആണ് സ്കാപ്പുലക്കുള്ളത്. സോ സ്കാപ്പുലന്റെ സർഫസ് പഠിക്കാൻ നല്ല ഇമ്പോർട്ടന്റ് ആണ്. ആന്റീരിയർ സർഫസിന് നമ്മൾ കോസ്റ്റൽ സർഫസ് എന്ന് പറയുന്നു. ആ ഭാഗം റിബ്സിനോട് അഡ്ജസ്റ്റന്റ് ആയിട്ടാണ് കാണപ്പെടുന്നത്. നമ്മുടെ ഈ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്നതാണ് ആന്റീരിയർ സർഫസ് ഓഫ് സ്കാപ്പുല. അതിനെ സബ്സ്കാപ്പുലാർ ഫോസ എന്ന് പറയുന്നുണ്ട്. പോസ്റ്റീരിയർ സർഫസ് അല്ലെങ്കിൽ ഡോർസൽ സർഫസിൽ ഒരു പ്രൊജക്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഒരു പ്രോസസ് എന്ന് പറയാം. അതിനെ സ്പൈനൽ പ്രോസസ് എന്ന് പറയുന്നു. ഈ സ്പൈന്, സ്കാപ്പുലാന്റെ സ്പൈൻ എൻഡ് ചെയ്യുന്നത് ആക്രോമിയോൺ പ്രോസസ്സിലാണ്. ഈ ആക്രോമിയോൺ പ്രോസസ്സിലോട്ടാണ് ക്ലാവിക്കിൾ വന്ന് അറ്റാച്ച് ചെയ്യുന്നത്. സോ ഇത്രയുമാണ് സ്കാപ്പുലാന്റെ രണ്ട് സർഫസസ്. സോ നമ്മൾ സ്കാപ്പുലയെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. അടുത്തതായിട്ട് നമുക്ക് ഹാൻഡ്സിലുള്ള ബോൺസ് 1 by 1 ആയിട്ട് ഓരോന്നിന്റെ സ്ട്രക്ചർ നോക്കാം. സോ ഹ്യൂമറസ് ഒരു ലോങ് ബോൺ ആണ്, കുറച്ച് വലിയ ബോൺ തന്നെയാണ് ഹ്യൂമറസ് എന്ന് പറയുന്നത്. സോ ലോങ് ബോൺസിന് നമുക്കറിയാം 2 എക്സ്ട്രിമിറ്റീസും ഒരു ഷാഫ്റ്റും ആണുള്ളത്. സോ ആദ്യം നമുക്ക് ഹ്യൂമറസിന്റെ അപ്പർ എക്സ്ട്രിമിറ്റിനെ കുറിച്ച് പറയാം. സോ അപ്പർ എക്സ്ട്രിമിറ്റിയിൽ ഒരു സ്ഫിയറിന്റെ 1/3 പാർട്ട് പോലെ കിടക്കുന്ന ഒരു ഭാഗമുണ്ട്. അതിന് നമ്മൾ ഹെഡ് ഓഫ് ദ ഹ്യൂമറസ് എന്നാണ് പറയുന്നത്. ഈ ഹെഡ് ഓഫ് ദ ഹ്യൂമറസിന്റെ താഴെയായിട്ട് ഒരു ചെറിയ കൺസ്ട്രക്ഷൻ കാണാൻ പറ്റും, നിങ്ങൾക്ക് ഈ പിക്ചറിൽ കാണുന്നുണ്ടാവും. അതിന് നമ്മൾ അനാട്ടമിക്കൽ നെക്ക് എന്ന് പറയുന്നു. ഈ അനാട്ടമിക്കൽ നെക്കിന്റെ താഴെയായിട്ട് കുറച്ച് ഫ്രണ്ടിലോട്ടായിട്ട് കാണപ്പെടുന്ന ഒരു ലാർജർ പ്രൊട്യൂബറൻസ് ആണ് ഗ്രേറ്റർ ട്യൂബർക്കിൾ, അല്ലെങ്കിൽ ഗ്രേറ്റർ ട്യൂബറോസിറ്റി എന്ന് പറയും. അതിന്റെ ഫ്രണ്ടിൽ കാണുന്ന ഒരു സ്മോളർ പ്രൊട്യൂബറൻസിന് ലെസർ ട്യൂബറോസിറ്റി എന്ന് പറയും. ഈ ഗ്രേറ്റർ ട്യൂബറോസിറ്റിന്റെയും ലെസർ ട്യൂബറോസിറ്റിന്റെയും ഇടയിലായിട്ട് ഒരു ഗ്രൂവ് പോലെ കാണുന്നുണ്ടാവും. ഈ ഗ്രൂവിലൂടെയാണ് ബൈസെപ്സ് ടെൻഡൻ പാസ് ചെയ്യുന്നത്. നമ്മുടെ ഹാൻഡിലുള്ള, ആമിലുള്ള ഒരു ഇമ്പോർട്ടന്റ് മസിലാണ് ബൈസെപ്സ് മസിൽ. അതിന്റെ ടെൻഡൻ പാസ് ചെയ്യുന്നത് ഈ ഗ്രൂവിലൂടെയാണ്. ഈ ഗ്രൂവിനെ നമ്മൾ ഇന്റർ സൾക്കസ് ഗ്രൂവ് അല്ലെങ്കിൽ ബൈസെപ്പിറ്റൽ ഗ്രൂവ് എന്ന് പറയുന്നു. സോ ഇത്രയാണ് ഹ്യൂമറസിന്റെ അപ്പർ എക്സ്ട്രീമിറ്റിനെ കുറിച്ച് പറയാനുള്ള ഭാഗങ്ങൾ. ഗ്രേറ്റർ ട്യൂബറോസിറ്റി, ലെസർ ട്യൂബറോസിറ്റി, ഇന്റർ ട്യൂബർക്കുലർ സൾക്കസ് അല്ലെങ്കിൽ ബൈസെപ്പിറ്റൽ ഗ്രൂവ്, പിന്നെ ഹെഡ് ഓഫ് ദ ഹ്യൂമറസ്. സോ ഈ ഗ്രേറ്റർ ട്യൂബറോസിറ്റിയും ലെസർ ട്യൂബറോസിറ്റിയും ഇന്റർ ട്യൂബർക്കുലർ സൾക്കസ് ഒക്കെ കഴിഞ്ഞ് താഴോട്ട് വരുമ്പോൾ വേറൊരു കൺസ്ട്രക്ഷൻ കൂടി കാണാൻ പറ്റും. ഇതിന് നമ്മൾ സർജിക്കൽ നെക്ക് ഓഫ് ഹ്യൂമറസ് എന്നാണ് പറയുന്നത്. ഇവിടെ ഡേഞ്ചർ ഒക്കെ പറ്റും, അല്ലെങ്കിൽ എന്തെങ്കിലും ആക്സിഡന്റ് ഒക്കെ പറ്റുമ്പോൾ അവിടെ ബ്രേക്ക് ചെയ്യാനുള്ള ടെൻഡൻസി കൂടുതലായതുകൊണ്ടാണ് ഈ ഭാഗത്തിന് സർജിക്കൽ നെക്ക് ഓഫ് ഹ്യൂമറസ് എന്ന് വിളിക്കുന്നത്.
സോ ഇത്രയുമാണ് അപ്പർ എക്സ്ട്രിമിറ്റി ഓഫ് ഹ്യൂമറസിനെ കുറിച്ച് പറയാനുള്ള കാര്യങ്ങൾ. അടുത്തതായിട്ട് നമുക്ക് ഷാഫ്റ്റ് ഓഫ് ഹ്യൂമറസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. സോ ഈ രണ്ട് എക്സ്ട്രിമിറ്റീസിന്റെ ഇടയിൽ വരുന്ന ഭാഗമാണ് ഷാഫ്റ്റ്. അപ്പർ പോർഷനിൽ റൗണ്ടഡ് ആയിട്ടുള്ള ഷാഫ്റ്റ്, താഴോട്ട് വരുന്നതോറും ഫ്ലാറ്റ് ഉണ്ടാവുന്നു. സോ മിഡിലിന്റെ കുറച്ച് താഴെയായിട്ട് വേറൊരു ട്യൂബറോസിറ്റി കാണാൻ പറ്റും. ഇതിനെ ഡെൽറ്റോയിഡ് ട്യൂബറോസിറ്റി എന്നാണ് വിളിക്കുന്നത്. ഡെൽറ്റോയിഡ് മസിൽ വന്ന് അറ്റാച്ച് ചെയ്യുന്നത് ഷാഫ്റ്റിലുള്ള ഡെൽറ്റോയിഡ് ട്യൂബറോസിറ്റിയിലോട്ടാണ്. അടുത്തതായിട്ട് ലോവർ എൻഡ് ഓഫ് ഹ്യൂമറസ്. ഈ ലോവർ എൻഡ് ഓഫ് ഹ്യൂമറസിൽ രണ്ട് പ്രൊജക്ഷൻസ് അല്ലെങ്കിൽ രണ്ട് ആർട്ടിക്കുലേറ്റിംഗ് സർഫസസ് ഉണ്ട്. നമുക്കറിയാം ഹ്യൂമറസിന്റെ താഴെട്ടാണ് റേഡിയസും അൾനയും ആർട്ടിക്കുലേറ്റ് ചെയ്യുന്നത്. മീഡിയൽ ഭാഗത്ത് കാണുന്ന ബോൺ ആണ് അൾന, ലാറ്ററൽ ഭാഗത്ത് കാണുന്നത് റേഡിയസ്. ഈ അൾന ഹ്യൂമറസ് ആയിട്ട് ആർട്ടിക്കുലേറ്റ് ചെയ്യുന്നത് ട്രോക്ലിയ വഴിയാണ്. ട്രോക്ലിയ ഒരു പുള്ളി ഷേപ്പിലുള്ള ഒരു ആർട്ടിക്കുലേറ്റിംഗ് സർഫസ് ആണ്. ഈ ഭാഗത്താണ് അൾന ആർട്ടിക്കുലേറ്റ് ചെയ്യുന്നത്. ലാറ്ററൽ ഭാഗത്ത് കാണപ്പെടുന്നതാണ് ക്യാപിറ്റുലം. ഈ ഭാഗത്താണ് റേഡിയസ് ആർട്ടിക്കുലേറ്റ് ചെയ്യുന്നത്. സോ ഈ അൾന ആർട്ടിക്കുലേറ്റ് ചെയ്യുന്ന മീഡിയൽ ഭാഗത്ത് മീഡിയൽ എപ്പിക്കോണ്ടൈൽ എന്ന് പറയുന്ന ഒരു പ്രൊജക്ഷനും റേഡിയസ് ആർട്ടിക്കുലേറ്റ് ചെയ്യുന്ന ലാറ്ററൽ സർഫസ് ലാറ്ററൽ എപ്പിക്കോണ്ടൈൽ എന്ന് പറഞ്ഞ ഒരു സ്ട്രക്ചറുമുണ്ട്. സോ മീഡിയൽ എപ്പിക്കോണ്ടൈൽ, ലാറ്ററൽ എപ്പിക്കോണ്ടൈൽ, ട്രോക്ലിയ, ക്യാപിറ്റുലം, അൾന, റേഡിയസ്. ഇത്രയുമാണ് ഈ ഭാഗത്ത് ഇമ്പോർട്ടന്റ് ആയി പഠിക്കേണ്ട കുറച്ച് ആർട്ടിക്കുലേഷൻസ് ഓഫ് ഹ്യൂമറസ് ആൻഡ് റേഡിയസ് ആൻഡ് അൾന. അടുത്ത ടോപ്പിക് അൾനയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അൾനയുടെ അനാട്ടമിക്കൽ സ്ട്രക്ചർ ആണ്. സോ നമുക്കറിയാം നമ്മുടെ ആമിൽ കാണപ്പെടുന്ന ഒരു മീഡിയൽ ബോൺ ആണ് അൾന എന്ന് പറയുന്നത്. അൾന ഇസ് അറ്റാച്ച്ഡ് ടു ഹ്യൂമറസ് ബൈ എ പുള്ളി ഷേപ്ഡ് ആർട്ടിക്കുലേറ്റിംഗ് സർഫസ് കോൾഡ് ദ ട്രോക്ലിയ, അല്ലെ? ഇനി എല്ലാ ലോങ് ബോൺസ് പോലെ തന്നെ അൾനക്കും രണ്ട് എക്സ്ട്രിമിറ്റീസും ഒരു ഷാഫ്റ്റും ആണുള്ളത്. അൾനയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ലോവർ എക്സ്ട്രിമിറ്റിയിലാണ് അൾനയുടെ ഹെഡ് കിടക്കുന്നത്. അപ്പൊ നമുക്ക് അൾനയുടെ സ്ട്രക്ചേഴ്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. സോ ആദ്യത്തേതാണ് അപ്പർ എക്സ്ട്രിമിറ്റി. അപ്പർ എക്സ്ട്രിമിറ്റിയിൽ രണ്ട് പ്രോസസ്സിനെ കുറിച്ച് പഠിക്കാനുണ്ട്. സോ നമ്മുടെ എൽബോ ജോയിന്റ് ഫോം ചെയ്യുന്നതാണ് അൾനയും ഹ്യൂമറസും തമ്മിലുള്ള ഒരു ജോയിന്റ്. സോ എൽബോ സ്ട്രെയിറ്റ് ആയിരിക്കുന്ന സമയത്ത് അൾനയിലുള്ള ഒലിക്രനോൺ പ്രോസസ് എന്ന് പറയുന്ന പ്രോസസ് ഹ്യൂമറസിലുള്ള ഒലിക്രനോൺ ഫോസയിലോട്ട് അറ്റാച്ച്ഡ് ആവും. എൽബോ ബെൻഡ് ആയിരിക്കുന്ന സമയത്ത് അൾനയിലുള്ള കൊറനോയിഡ് പ്രോസസ് എന്ന് പറയുന്ന ഒരു പ്രോസസ് ഹ്യൂമറസിലുള്ള കൊറനോയിഡ് ഫോസയായിട്ട് അറ്റാച്ച്ഡ് ആവും. സോ ഇങ്ങനെയാണ് അൾനയുടെ ഒരു ആർട്ടിക്കുലേഷൻ വരുന്നത് അപ്പർ എക്സ്ട്രിമിറ്റീസിൽ. രണ്ടാമത്തേത് അൾനയുടെ ഷാഫ്റ്റ് ആണ്. നമുക്കറിയാം റൗണ്ടഡ് ഷാഫ്റ്റ് ആണ്. താഴോട്ട് വരുന്നതോറും ഫ്ലാറ്റ് ആവും. ഒരുപാട് ബൈസെപ്സും ഒരുപാട് മസിൽസും ഒരുപാട് ടെൻഡൻസും ഒക്കെ ഈ ഷാഫ്റ്റിലോട്ട് വന്ന് അറ്റാച്ച് ചെയ്യുന്നുണ്ട്. ലാസ്റ്റ് വൺ ഇസ് ലോവർ എക്സ്ട്രിമിറ്റി. ലോവർ എക്സ്ട്രിമിറ്റിയിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഹെഡ് ഓഫ് അൾന ഉണ്ട്. ഈ ഹെഡ് ഓഫ് അൾന റേഡിയസുമായിട്ട് ജോയിൻ ചെയ്തിട്ട് റേഡിയോ അൾനർ ജോയിന്റ് ഉണ്ടാക്കുന്നുണ്ട്. അതിന്റെ ലോവർ എൻഡിൽ അല്ലെങ്കിൽ പിന്നിലോട്ട് ഒരു പ്രോസസ് ഉണ്ട്. അതിനെ സ്റ്റൈലോയിഡ് പ്രോസസ് എന്നാണ് വിളിക്കുന്നത്. സോ അടുത്തതായിട്ട് നമുക്ക് റേഡിയസിന്റെ സ്ട്രക്ചറിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ഒരു ലാറ്ററൽ ബോൺ, ആമിൽ കാണുന്ന അൾനയുടെ ലാറ്ററൽ ആയിട്ട് കിടക്കുന്ന ബോൺ ആണ് റേഡിയസ് എന്ന് പറയുന്നത്. സോ റേഡിയസും ലോങ് ബോൺ തന്നെയാണ്. ഒരു അപ്പർ എക്സ്ട്രിമിറ്റി, ഒരു ഷാഫ്റ്റ്, ഒരു ലോവർ എക്സ്ട്രിമിറ്റി ആണ് റേഡിയസിനുള്ളത്. അപ്പർ എക്സ്ട്രിമിറ്റി ഒരു ബട്ടൺ ഷേപ്ഡ് ആണ്. നമുക്കറിയാം ഇറ്റ് ആർട്ടിക്കുലേറ്റ്സ് വിത്ത് ദ ക്യാപിറ്റുലം ഓഫ് ദ ഹ്യൂമറസ്. ക്യാപിറ്റുലം ആയിട്ടാണ് ആർട്ടിക്കുലേഷൻ വരുന്നത്. ഈ അപ്പർ എക്സ്ട്രിമിറ്റിയിൽ കാണപ്പെടുന്ന ഒരു ഭാഗമാണ് റേഡിയൽ ട്യൂബറോസിറ്റി. ഇവിടെയാണ് ബൈസെപ്സ് ടെൻഡൻ വന്ന് അറ്റാച്ച് ചെയ്യുന്നത്, ഇൻസേർട്ട് ചെയ്യുന്നത് റേഡിയൽ ട്യൂബറോസിറ്റിയിലാണ്. പിന്നെ ഇതിന്റെ മീഡിയൽ ഭാഗം എന്ന് പറഞ്ഞാൽ അൾനയിലുള്ള റേഡിയൽ നോച്ചിലോട്ടാണ് അറ്റാച്ച് ചെയ്യുന്നത്. അതാണ് അപ്പർ റേഡിയോ അൾനാർ അല്ലെങ്കിൽ സുപ്പീരിയർ റേഡിയോ അൾനാർ ജോയിന്റ് ഉണ്ടാക്കുന്നത് ആ ഒരു ഭാഗമാണ്. ഇനി ഷാഫ്റ്റ് എല്ലാ ഭാഗത്തെയും പോലെ തന്നെ മുകളിൽ റൗണ്ടഡും താഴോട്ട് വരുന്നതോറും ഫ്ലാറ്റ് ആണ്. ഒരുപാട് നെർവ്സ്, വെസൽസ്, അതുപോലെ തന്നെ മസിൽസ് ടെൻഡൻസ് ഒക്കെ അതിലൂടെ പാസ് ചെയ്യുന്നുണ്ട്. അടുത്തതാണ് ലോവർ എക്സ്ട്രിമിറ്റി എന്ന് പറയുന്നത്. ലോവർ എക്സ്ട്രിമിറ്റിയിലുള്ള ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ രണ്ട് ജോയിന്റ്സിലാണ് റേഡിയസിന്റെ ലോവർ എക്സ്ട്രിമിറ്റി പാർട്ട് ആവുന്നത്. അതിൽ ആദ്യത്തേതാണ് റിസ്റ്റ് ജോയിന്റ്. നമ്മുടെ റേഡിയസിന്റെ ലോവർ എക്സ്ട്രിമിറ്റി നമ്മുടെ കാർപ്പൽ ബോൺസ് ആയിട്ടുള്ള സ്കഫോയിഡ് ആൻഡ് ലൂണേറ്റ് ബോൺ. സ്കഫോയിഡ് ബോൺ, ലൂണേറ്റ് ബോൺ. നമുക്കറിയാം 8 കാർപ്പൽ ബോൺസ് ഉണ്ട്. അതിൽ 2 സ്കഫോയിഡും ലൂണേറ്റും അല്ലെങ്കിൽ സെമിലൂണാർ ബോൺ എന്ന് പറയും. ഈ സ്കഫോയിഡ് ബോണും ലൂണേറ്റ് ബോണുമായിട്ട് റേഡിയസിന്റെ ഇൻഫീരിയർ ഭാഗം അറ്റാച്ച്ഡ് ആയിട്ട് റിസ്റ്റ് ജോയിന്റ് ഉണ്ടാക്കുന്നു. പിന്നെ വേറൊരു മീഡിയൽ ആർട്ടിക്കുലേറ്റിംഗ് സർഫസ് അൾനയായിട്ട് അറ്റാച്ച് ആയിട്ട് അവിടെ ഇൻഫീരിയർ റേഡിയോ അൾനാർ ജോയിന്റ് ഉണ്ടാക്കുന്നുണ്ട്. സോ സുപ്പീരിയർ റേഡിയോ അൾനാർ ജോയിന്റും ഇൻഫീരിയർ റേഡിയോ അൾനാർ ജോയിന്റും. സോ ഇത്രയാണ് റേഡിയസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ ഈ ചാപ്റ്ററിലെ ലാസ്റ്റ് ടോപ്പിക് ആണ് ബോൺസ് ഓഫ് ദ റിസ്റ്റ് ആൻഡ് ദി ഹാൻഡ്. അപ്പൊ നമ്മുടെ റിസ്റ്റിലുള്ള ബോൺസ് ആണ് കാർപ്പൽസ്. 8 കാർപ്പൽസ് ആണുള്ളത്. ഇത് ഷോർട്ട് ബോൺസ് ആണ്. നമ്മുടെ പാമ്പ് ഫോം ചെയ്യുന്ന ഈ 5 മെറ്റാകാർപ്പൽസ് എന്ന് പറയുന്നത് ലോങ് ബോൺസ് ആണ്. ഫാലഞ്ചസ് ബോൺസും ലോങ് ബോൺസ് ആണ്. അപ്പൊ നമുക്ക് കാർപ്പൽ ബോൺസിനെ കുറിച്ച് പറയാം. ഷോർട്ട് ബോൺസ് ആണ്, 8 2 റോസ് ആയിട്ടാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. അതിന് അപ്പർ റോയിൽ കാണപ്പെടുന്ന ബോൺസ് ആണ് സ്കഫോയിഡ് ബോൺ അല്ലെങ്കിൽ നാവിക്കുലർ ബോൺ എന്ന് പറയും, സെമിലൂണാർ ബോൺ അല്ലെങ്കിൽ ലൂണേറ്റ് ബോൺ, പിന്നെ ട്രൈക്വിഡ്രൽ ബോൺ ആൻഡ് പിസിഫോം ബോൺ. അപ്പം ഇത്രയുമാണ് അപ്പർ റോൾ ഉള്ളത്: സ്കഫോയിഡ്, ലൂണേറ്റ്, ട്രൈക്വിഡ്രൽ ആൻഡ് പിസിഫോം. ലോവർ റോൾ വരുന്നതാണ് ട്രപ്പീസിയം, ട്രപ്പിസോയിഡ്, കാപ്പിറ്റേറ്റ് ആൻഡ് ഹാമേറ്റ്. ഈ 8 ബോൺസ് ആണ് റിസ്റ്റ് ബോൺസ് അല്ലെങ്കിൽ കാർപ്പൽ ബോൺസ്. ഇതിന് നാവിക്കുലാറിന് ഒരു ബോട്ടിന്റെ ഷേപ്പുള്ള ഒരു ബോണാണ്. സെമി ലൂണാർ ഒരു ക്രസന്റ് മൂൺ ഷേപ്ഡ് ബോണാണ്.
സോ അടുത്തതാണ് മെറ്റാകാർപ്പൽസും ഫാലഞ്ചസും. രണ്ടും ലോങ് ബോൺസ് ആണ്. മെറ്റാകാർപ്പൽസ് നോക്കിയാൽ മനസ്സിലാവും. മെറ്റാകാർപ്പൽസിന് ഒരു പ്രോക്സിമൽ എൻഡും ഒരു ഡിസ്റ്റൽ എൻഡും ഉണ്ട്. ഈ പ്രോക്സിമൽ എൻഡ് കാർപ്പൽ ബോൺസ് ആയിട്ടാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. സോ ഇവിടെ നമ്മൾ കാർപ്പോ മെറ്റാകാർപ്പൽ ജോയിന്റ് ആണ് ഉണ്ടാവുന്നത്. ഡിസ്റ്റൽ എൻഡ് ഫാലഞ്ചസ് ആയിട്ടാണ് അറ്റാച്ച് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ കാർപ്പൽ എക്സ്ട്രിമിറ്റി എന്നും ഇതിനെ ഡിസ്റ്റൽ എക്സ്ട്രിമിറ്റി എന്നും പറയുന്നു. അടുത്തത് ഫാലഞ്ചസ് ബോൺസ് ആണ്. ഇവര് ലോങ് ബോൺസ് ആണ്. ഇവര് മുകളിലോട്ട് ഡിസ്റ്റൽ പാർട്ടിലോട്ട് പോകും തോറും ഇവര് ടാപ്പറിംഗ് ആണ്, അതായത് വീതി കുറഞ്ഞു വരുന്നു. എല്ലാ ഫിംഗേഴ്സിലും 3 ഫാലഞ്ചസ് വീതമാണ്, എക്സെപ്റ്റ് 2 തംസ്. ഇവിടെ 2 ഫാലഞ്ചസ് വീതമാണ് ഉള്ളത്. സോ ഇത്രയുമാണ് സ്കെൽറ്റൽ പാർട്ട് ഓഫ് ദി അപ്പർ ലിംബ്, അതായത് ബോൺസ് ഓഫ് ദി അപ്പർ ലിംബ്, which are 30 in number in total. So I guess or I hope that every topic is clear to you. Thank you.